എല്ലാവർക്കും രാധോസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. സലു കിച്ചണിൽ സമീറത്ത് ഉണ്ടാക്കിയ ചിക്കൻ വരട്ടിയത് ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ചിക്കൻ വരട്ടിയെടുക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ഒരു ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുക്കാം, അരയ്ക്കല്ല ചെയ്യുന്ന, ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. കറിവേപ്പില കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം അല്ലെങ്കിൽ പെരിഞ്ചീരക പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പെരിഞ്ചീരകത്തിൻ്റെ പൊടി, കുറച്ച് കുരുമുളക്, ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലിട്ട് പുരട്ടിയെടുക്കാം. ചിക്കൻ ഒരു മീഡിയം സൈസാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഈ കഷ്ണങ്ങളിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കഷ്ണങ്ങളിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഉപ്പിട്ട് നന്നായിട്ട് പിടിക്കും, എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം, ഒരു അരമണിക്കൂർ മാറ്റിവെക്കാം. ഇവിടെ ഞാൻ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ എപ്പോഴും സവോള വഴറ്റുമ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് സവോള വഴറ്റാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് സമീറത്ത് പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്ന്. പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ട്, കരിഞ്ഞും പോയിട്ടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് പെട്ടെന്ന് തന്നെ വരുന്നു. ഇനി ഇതൊരു യെല്ലോ കളർ ആവുന്നത് വരെ മൊരിച്ചെടുക്കാം. സവോള ഒരു ലൈറ്റ് യെല്ലോ കളർ. ഞാനിവിടെ 2 തക്കാളി ഇതിനൊക്കെ എടുത്തിട്ടുണ്ട്. 2 തക്കാളി അരിഞ്ഞു കൊണ്ടുവരാം. ഇപ്പോൾ സവോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, കുറച്ചൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഇത് വഴറ്റണം. ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ടു വരുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്, തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കില്ല. ഞാൻ സമീറത്തയുടെ ആ ചിക്കൻ്റെ റെസിപ്പി കണ്ടിട്ട് ഞാൻ വിചാരിച്ചു വെള്ളം ചേർക്കാതെ ഇത് എങ്ങനെ ഉണ്ടാക്കും. പക്ഷേ ഇത് ഒട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ ഇതിൽ നിന്ന്
ഇത് ചിക്കനിൽ നിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടായിരിക്കും നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നു. നന്നായിട്ട് ഇപ്പം തന്നെ നോക്ക്, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ഞാൻ. ഒട്ടും വെള്ളം ചേർക്കരുത്. ഈ ഇതിൽ കാണുന്ന വെള്ളം ഒട്ടും വെള്ളം ചേർക്കാതെയാണ്. നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം മതി ചിക്കൻ നന്നായിട്ട് കുക്കാവാൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി. ഇനി ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അതാണ് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇനി ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വരട്ടാം. ഈ വെള്ളം ഒന്ന് വറ്റുന്നത് ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പം ചിക്കൻ കുക്കായിട്ടുണ്ടല്ലോ, ഇനി ഒന്ന് വരട്ടിയെടുത്താൽ മതി. ചിക്കനിലെല്ലാം മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എൻ്റെ പാത്രത്തിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയെടുക്കും. കുറച്ചുകൂടി സ്പേസ് ഉള്ളൊരു പാത്രത്തിൽ ഇട്ടായിരിക്കും നന്നായിട്ട് വരട്ടിയെടുക്കാൻ എളുപ്പം. നന്നായിട്ട് വരട്ടിയെടുക്കാൻ. ഇനി ഒട്ടും എണ്ണ ഒന്നും ചേർക്കുന്നില്ല. ആദ്യം ചേർത്ത എണ്ണ മാത്രമേ ഉള്ളൂ. ഇത് നേരെ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടെന്നേ ഉള്ളൂ. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറാണ്. സമീറത്തയുടെ ആ റെസിപ്പി കണ്ടത് ഒരു ബ്രൗൺ കളറാണ്. ഇങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. ആ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇപ്പം എന്നൊക്കെ നന്നായിട്ട് ആ വെള്ളമെല്ലാം മസാലയെല്ലാം നന്നായിട്ട് മസാലയെല്ലാം അതിനകത്ത് പിടിച്ച് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. മസാലയെല്ലാം ചിക്കനകത്ത് മസാലയെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് അടിക്ക് പിടിക്കാതെ ഈ ഒരു പാകത്തിന് ഒന്ന് നന്നായിട്ട് ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം നന്നായിട്ട് മസാല എല്ലാം കോട്ടിങ്ങായി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഓഫ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി അടച്ചു വയ്ക്കാം. ഇത് മതി. ഈ ഒരു പാകമാകുമ്പോൾ ഇളക്കി അടച്ചു വയ്ക്കാം.